നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾക്ക് വലിയൊരു വിചാരമുണ്ട്, നിങ്ങൾ ബുദ്ധിമതിയും ബാക്കിയുള്ളവര് ബുദ്ധിയില്ലാത്തവരും ആണെന്ന്. എത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും അത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. അതിനർത്ഥം ഇപ്പോഴും നിങ്ങൾക്ക് കാര്യഗൗരവം ഇല്ല എന്നുള്ളതാ. ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നാളെ തന്നെ ഞാൻ ചെയ്യാം. റിമാൻഡ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാകുമ്പോ നിനക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ എല്ലാം ഞാൻ ചെയ്തോളാം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് നിന്നെ ഒരു വിശ്വാസക്കുറവുമില്ല. ഈ ജയിലിൽ കിടക്കാന്ന് പറയുന്നതേ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും മനസ്സിൽ ഇത്രയും വാശി കൂടി ഉള്ളപ്പോ നീ എന്നെ ഒന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി. ബാക്കി എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. അത് ഞാൻ ഏറ്റു. ഒരുറപ്പ് ഞാൻ തരാം. നീ ശിക്ഷ വാങ്ങി ജയിലിലേക്ക് ഇനി പോകേണ്ടി വരില്ല എന്നുറപ്പ്. ജാമ്യത്തിലെടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാൻ പോവാണോ? ജാമ്യത്തിലെടുക്കാനോ? ആരെ? നീ എന്ത് പിച്ചും പേയും പറയുന്നേ? ഞാനൊരു കൂട്ടുകാരിയായിട്ട് സംസാരിക്കായിരുന്നു. ഓ, നിങ്ങളുടെ കൂട്ടുകാരിയൊക്കെ ഇപ്പോ ജയിലിലാണോ? എനിക്കറിയാം നിങ്ങൾ ആരോടാ സംസാരിച്ചെന്ന്. പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. അർച്ചന ജീവിച്ചിരിക്കുമ്പോ അത് നടക്കാൻ പോകുന്നില്ല. ജാമ്യം കിട്ടുമായിരിക്കും. അവനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടിയാണെങ്കിൽ ആ വെള്ളം ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങി വെച്ചേക്ക്. നീ എല്ലാം കേട്ടെങ്കിൽ പിന്നെ ഞാൻ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ധനുഷിനെ ജാമ്യം എടുത്ത് പുറത്തിറക്കാൻ തന്നെ എന്റെ തീരുമാനം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്. എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവനിപ്പോ അകത്ത് കിടക്കുന്നതും. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. കാരണം ഏതോ ഒരാള് തെളിവിന് കാരണമായിട്ടുള്ള ബിജുവും ധനുഷും ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോ എനിക്കന്ന് അയച്ചു തന്നായിരുന്നു. വിവാഹം മുടക്കണമെന്ന് എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും താല്പര്യമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അത് വന്ന് നിൽക്കുന്നത് ദാ ഇങ്ങനെ മുഖാമുഖമാണെങ്കിൽ അന്ന് തീരും ധനുഷു അവന്തികയായിട്ടുള്ള ബന്ധം. നിങ്ങൾക്ക് വലിയൊരു വിചാരമുണ്ട്, നിങ്ങൾ ബുദ്ധിമതിയും ബാക്കിയുള്ളവര് ബുദ്ധിയില്ലാത്തവരും ആണെന്ന്. എത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും അത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. അതിനർത്ഥം ഇപ്പോഴും നിങ്ങൾക്ക് കാര്യഗൗരവം ഇല്ല എന്നുള്ളതാ. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വക്കീലിനെ കൊണ്ട് തന്നെ ധനുഷിന്റെ കേസ് വാദിക്കണം. എന്നിട്ട് അവനെ പുറത്തു ഇറക്കണം. ഈ വീടൊഴിച്ച് മറ്റെവിടെയാണെങ്കിലും അവന് താമസിക്കാം. നിങ്ങൾക്ക് പഴയതുപോലെ അവനുമായിട്ട് ചേർന്ന് ഈ കുടുംബം എങ്ങനെ തകർക്കാമെന്നോ ആലോചിക്കാം. അതിലൊക്കെ എനിക്കോ ഇവിടെ ഉള്ളവർക്കോ ഒരു കുഴപ്പമില്ല. കാരണം അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിച്ചിട്ട് അവന് നിങ്ങൾക്കും അത് പറ്റിയിട്ടില്ല. പിന്നല്ലേ ഇനിയും എന്തെങ്കിലും കള്ളം പറഞ്ഞോ നാടകം കളിച്ചോ അവനെ ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ അഭിനയിച്ചൊരു ബോധക്ഷയമില്ലേ, അത് ശരിക്കും അന്ന് സംഭവിക്കും. അതെങ്ങനെയെന്ന് ഞാൻ അപ്പ കാണിച്ചു തരാം.
മൂർത്തി, നീ എവിടെ? എനിക്കൊരു അത്യാവശ്യമുണ്ട്. നീ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് വിട്. ആഹാ, താൻ കയറി കിടന്നോ? നേരെ ഒരുപാടായി. സച്ചേട്ട ഫോൺ ചെയ്യാൻ പോയതുകൊണ്ട് അറിയാത്തതാ. രാവിലെ നേരത്തെ എഴുന്നേക്കണം. അടുക്കള ജോലിയെല്ലാം നേരത്തെ തീർത്തിട്ട് കുഞ്ഞുമോളുടെ അടുത്ത് കുറേ നേരം ഇരിക്കണം. താൻ കൂടുതൽ നേരം മോളുടെ അടുത്ത് തന്നെയല്ലേ? സച്ചേട്ടൻ കരുതുന്ന പോലെയല്ല. ഈ പ്രായത്തിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇല്ലേ എന്തെങ്കിലും അസുഖമൊക്കെ വരും. ആ, കുഞ്ഞു വന്നതിന് ശേഷം നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ ആരും മെനക്കെടുന്നില്ലേ. ആ, സ്നേഹമെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നാണ് സംശയം. എങ്കിലേ അങ്ങനെ ഒരു സംശയം വേണ്ട. ഏ? എനിക്കിപ്പോ അവളോട് കൂടുതൽ സ്നേഹം. ആ? ആ. ഉം. നമുക്കും വേണ്ടടോ അതുപോലൊരു കുഞ്ഞ്. ഉം? ആ, അങ്ങനെ വേണമെങ്കിൽ എന്നോടും ഒരല്പം സ്നേഹമൊക്കെ കാണിക്കണം. ഒരു കുഞ്ഞു പോരെ സച്ചേട്ടാ, നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണം. ആ, എത്ര വരെ ആവാം? ഒരു ഡസൻ വരെയൊക്കെ ആവാം. ഒരു ഡസനോ? അതൊക്കെ ആഗ്രഹം മാത്രല്ലേ. സച്ചേട്ടൻ ചോദിച്ചോണ്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും താൻ ആഗ്രഹം പറഞ്ഞല്ലേ. ഒരു ഡസൻ തീർത്തില്ലെങ്കിലും 6 ഡസനെങ്കിലും നമുക്ക് ഒപ്പിക്കാം. ആ, ഇങ്ങനെ പരസ്പരം പറഞ്ഞാൽ മാത്രം മതിയോ? ആ, അതിനായിട്ടേ നമ്മളും ചിലതൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ആ, 6 ഡസൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്കാ. ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.